ഈ സാധനം എനിക്ക് സിറ്റി ബൈക്ക് സ്റ്റിക്കേഴ്സിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ല സാധനം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം വീഴുകയാണെന്നുണ്ടെങ്കിൽ കാലിപ്പറിൽ പറ്റുന്ന സ്ക്രാച്ച് ഇതിൽ പറ്റി അങ്ങ് നിന്നോളൂ. ഹലോ വാട്സ്ആപ്പ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വയ്ക്കാൻ പോകുന്നത് ബ്രംബയുടെ ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. ഈ സാധനമാണ് ഇത്. ജസ്റ്റ് കാലിപ്പറിൽ ജസ്റ്റ് ഒന്ന് മൗണ്ട് ചെയ്ത് വയ്ക്കുന്ന സാധനമാണ്. അതായത് ഇതിപ്പം ഇന്ന ബൈക്കിന് വേണമെന്നില്ല, എല്ലാ ബൈക്കിലും വയ്ക്കാൻ വേണമെങ്കിൽ. കാരണം നമുക്ക് അഡീഷണൽ ഒരു ഹോൾ നമുക്കതിൽ സെറ്റാവും, മറ്റൊരു ഹോൾ സെറ്റാക്കാൻ പാടാണ്. അത് V3ക്ക് വേണ്ടി ഇറങ്ങുന്ന സാധനം എന്ന് പറഞ്ഞാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ V2ന് സൂട്ടാവെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഇതിൽ NSലാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ബോൾട്ടിൽ കണക്ട് ചെയ്യണം. ഈ ബോൾട്ടാകുമ്പം ആ കാലിപ്പറിൽ കണക്ട് ചെയ്യണ കറക്റ്റ് ബോൾട്ടാണ്. പിന്നെ ഇത് അഡീഷണൽ വെച്ച് കഴിഞ്ഞാൽ ഹോളാണ്. അതായത് ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു ക്ലാമ്പ് ഇറക്കി ഇവിടെ ഹോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വയ്ക്കണമെങ്കിൽ ഇതിൻ്റെ ഇടയിലൊരു ഹോളും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഹോളിൽ മാച്ച് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള ഹോൾ നമുക്കിടാം. അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കങ്ങനെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏതായിരിക്കും സൂട്ടാവുന്നതെന്ന് നമുക്കൊന്ന് കണ്ടറിയാം. പക്ഷേ നമ്മളിപ്പോൾ വയ്ക്കുമ്പം ഇതിൻ്റെ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇല്ലേ. ബ്രംബോ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് സാധാരണ ഇത് വയ്ക്കാൻ നേരത്തെ ഒരു വാഷർ ഇടണം. ആ വാഷർ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടോ ആ സ്പേസറാണ് ഞാൻ ഉദ്ദേശിച്ച വാഷറെന്ന്. ഈ സ്പേസർ വെച്ചിട്ട് നമുക്കതിനെ കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ വരും. ഓക്കെ. അപ്പോൾ ഈ ബ്രംബോയുടെ സാധനം ഇവിടെ തന്നെ ഇരിക്കും. ഇത് തട്ടാതെ കറക്റ്റ് അവിടെ തന്നെ ഇരിക്കും. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്യാമല്ലേ ഇത്. ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ക്ലാമ്പ്. ഇതിൽ വന്നിട്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ഈസിയാണ്, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് അല്ലെങ്കിൽ ബോൾട്സ് ജസ്റ്റ് ആയിട്ട് മാറ്റിയിട്ട് വരും. മറ്റേൻ്റെ ആ ഡയമീറ്റർ ഇതിൽ കയറുന്നില്ല. ഇത് ചെറിയ ഹോളാണ്, മറ്റേ കുറച്ചും കൂടി കനമുള്ളതാണ്. കാണിച്ചു തരാം. ഇത് കണ്ടോ, ഭയങ്കര കനമാണ്. കമ്പയറിങ് വിത്ത് ദിസ് ഇത് ഭയങ്കര കനമാണ്. അപ്പോൾ ഈ ചെറുത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇവിടെ ചെറുത്, ഇവിടെ ഒരു ചെറുത്. കാരണം ഇവിടെ ലോക്കിംഗ് ഇല്ല. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മെയിനായിട്ട് ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിനും കൂടെ ഹോൾ വേണം. അതിന് വേണ്ടി 10ൻ്റെ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വെച്ച് സെറ്റ് ചെയ്യും. എന്നിട്ട് ഇതിലും ഇവിടെയും വരണമെന്ന് വെച്ചാൽ ഡമ്മി ബോൾട്ടാണ് വരുന്നത്. ഡമ്മി അലൻ കീ ബോൾട്ടാണ് വരുന്നത്. ഇത് ചെറിയ ബോൾട്ട് അതിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് മെയിൻ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം വയ്ക്കേണ്ടത് ഡയറക്റ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം യമഹ R15 V3 സെറ്റ് ചെയ്യാൻ പറ്റണം ഇതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, നമുക്ക് അതിലാണ് സെറ്റ് ചെയ്യാം. പക്ഷേ V4ലും V3 സെറ്റ് ചെയ്യാൻ നേരത്തെ ഈ ഹോള് തമ്മിൽ മാച്ച് ആവില്ല. അഡീഷണൽ ആയെങ്കിൽ ഒരു ബോൾട്ട് കൊടുത്താലേ സെറ്റാക്കാൻ പറ്റും. നമുക്ക് ഇതുവരെയുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഇത് V3ക്കും V4നുള്ളതാണ്. പക്ഷേ അതിൽ സെറ്റ് ചെയ്യണമെങ്കിലും ഡയറക്റ്റ് വേറെ ഒരു ക്ലാമ്പ് ഇറക്കി തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ബോൾട്ട് ഇട്ട് വയ്ക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വന്നത്. പക്ഷേ ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ NSലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഒരു ക്ലിപ്പ് ചെയ്ത് തന്നെ. അപ്പോൾ ഇതിവിടെ വെച്ച് ലോക്കാവും. പിന്നെ ഇതിൽ ഈ മഡ് ഫ്ലാപ്പിൻ്റെ കണക്റ്റ് ആവും. ഇത് വന്നിട്ട് ഈ താഴത്തെ ബോൾട്ട് ഇതായത്. ഓക്കെ. നമുക്ക് പണി തുടങ്ങിയാലോ. അപ്പോൾ ഗൈസ് നമ്മൾ 10ൻ്റെ ബോൾട്ടിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് വലിയ വാഷർ ഇവിടെ പുറത്തിരിക്കട്ടെ, കാരണം ഇവിടെ നിന്നാണ് അകത്തോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ക്ലാമ്പ് എടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്യണം. ഇതാണ് ക്ലാമ്പ്. ഈ മേളിൽ നിന്നുള്ള ലെന്ത് വേണം, എന്നാലേ സെറ്റ് ആവുള്ളൂ. ഇതാദ്യം ഇത് കണക്ട് ചെയ്യാം. ബാക്കിലൂടെ വാഷർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നെറ്റ് കണക്ട് ചെയ്തത്. അപ്പോൾ ഒരു വൈബ്രേഷനും ഇല്ലാതെ ഇരുന്നോളൂ. നമുക്ക് സ്പ്രിംഗ് വാഷറാണ് ഏറ്റവും ബെസ്റ്റ്, പ്രിവെൻറ്റ് ചെയ്യും വൈബ്രേഷൻ. ഓക്കെ. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതെടുക്കണം. ഇത് എടുത്തിട്ട് നമ്മൾ ആദ്യം കണക്ട് ചെയ്യേണ്ടത് താഴത്തെയാണ്. കാരണം എന്ന് വെച്ചാൽ മേളിൽ വെച്ചിട്ട് താഴോട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് താഴെ നിന്ന് നമുക്ക് മേളിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പ്രിങ് വാഷർ എടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ചെറിയ അല്ലെങ്കിൽ ബോൾട്ട് എടുക്കണം. ഈ സ്പ്രിങ് വാഷർ ഇതിലിട്ട് കഴിഞ്ഞാൽ അതിന് വരുന്ന ഒരു വൈബ്രേഷൻ കുറഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സ്പ്രിങ് വാഷർ ഇടുന്നത്. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ നെറ്റ് വിടണം. ഇന്ന് കട്ട് ചെയ്ത് വെച്ച ഒരു ചെറിയൊരു പീസാണ്. മറ്റേതിന് മേളിലത്തേക്ക് വലിയ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ പീസാണ്. ഇതിവിടെ ഇടണം. കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ് ഫിറ്റാണ്, വേറെ സീനൊന്നുമില്ല. അപ്പോൾ നമുക്ക് താഴത്തെ കണക്ട് ചെയ്തിട്ട് മേളിലത്തെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ വലിച്ചു പിടിക്കുക, താഴെ ഇത് കയറ്റുക. എന്നിട്ട് ബാക്കിൽ വേണമെങ്കിൽ നമുക്ക് വാഷർ ഇടാം അല്ലേ, ജസ്റ്റ് വൈബ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. വൈബ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു സ്പ്രിങ് വാഷർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ടൈറ്റ് ചെയ്തെടുക്കും. ഇനി ഇത് മേളിലത്തെ സെറ്റപ്പാണ്. നമുക്ക് മേളിലെ സെറ്റപ്പാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്തൊരു സ്പ്രിങ് വാഷർ ഇങ്ങോട്ട് എടുക്കണം. സ്പ്രിങ് വാഷർ ഓൾറെഡി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇടയിലിടാനുള്ള വലിയ സ്പേസർ ഇതാണ്. ഓക്കെ, അതിങ്ങനെ ഇട്ടിട്ട് ഇതിൽ കയറ്റി വെച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിൽ ഇവിടെ നീളമുള്ള അലൻകി ബോൾട്ടിന് ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഹോളിൽ കയറാൻ വേണ്ടി മാത്രമാണ് നീളമുള്ള അലൻകി ബോൾട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം ഇത് അതിൻ്റെ അകത്ത് കയറിക്കോളും. കറക്റ്റ് ഫിറ്റായിട്ടുള്ള ബോൾട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, കാണാമല്ലോ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇവിടെ ഹോസിലൊന്നും തട്ടിയിട്ടില്ല, സേഫാണ് സാധനം. ഷേക്കോലും ഇല്ല. കാരണം ഇവിടെ മാക്സിമം നമ്മൾ ടൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഇതായിട്ട് നിൽക്കും. ഇതിന് കുറച്ചും കൂടി ടൈറ്റ് ചെയ്യണം. അത് ഇവിടെ കുറച്ചും കൂടി തള്ളാനുള്ള സ്ഥലമില്ല. ഓക്കെ, അവിടെ ആ നെറ്റ് തട്ടിയിപ്പുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങ് ഫ്രണ്ടിലോട്ട് തള്ളാനുള്ള സ്ഥലമൊന്നുമില്ല. ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ വരുമ്പം കുറച്ചും കൂടി പെർഫെക്ഷൻ ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് കുഴപ്പമില്ല, ഇത് കൊള്ളാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു കസ്റ്റം കാലിപ്പർ പ്രൊട്ടക്ടർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാ വണ്ടിയിലും സെറ്റ് ചെയ്യാൻ പറ്റും. അഡീഷണൽ ഒരു ബോൾട്ട്, ഒരു അലൻകി ബോൾട്ടോ നെറ്റൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് ഈ സാധനം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഹോൾ ഇടേണ്ടത്. അല്ലെങ്കിൽ നമുക്കൊരു ക്ലാമ്പ് മാത്രം മതിയാവും. അതായത് ഇവിടെ നിന്ന് വരുന്നൊരു ക്ലാമ്പ്, അതിലൊന്നും ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ടാൽ മാത്രം മതി, ഇത് കണക്റ്റ് ആവും. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാം സെറ്റാണ്. ഇതായിരിക്കും ലുക്ക്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പ്രിങ് വാഷർ ഇട്ട് കഴിഞ്ഞാൽ വൈബ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പ്രിങ് വാഷർ രണ്ടിടത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുമ്പം സ്പ്രിങ് വാഷറോടെയാണ് വരുന്നത്. പക്ഷേ ആ ബോൾട്ട് എൻ്റെ ഇതിൽ NS ഷൂട്ടായില്ല. ഇനി മീറ്ററിൽ ഷൂട്ടാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ അത് ഷൂട്ടാവുമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ സാധനം എനിക്ക് സിറ്റി ബൈക്ക് സ്റ്റിക്കേഴ്സിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ല സാധനം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം വീഴുകയാണെന്നുണ്ടെങ്കിൽ കാലിപ്പറിൽ പറ്റുന്ന സ്ക്രാച്ച് ഇതിൽ പറ്റി അങ്ങ് നിന്നോളൂ. അതുകൊണ്ട് ഇത് യൂസാവും, എന്തായാലും യൂസാവും. ഇത് പക്ഷേ വയ്ക്കുമ്പോൾ ഒരു ലുക്കാണ്. ബ്രംബോ എന്ന് എഴുതിയ ബ്രംബോയുടെ ഇതൊന്നും അല്ല, കാലിപ്പറൊന്നും അല്ല ഇത്. പക്ഷേ ബ്രംബോ ഒരു ഇതാണ്, ഒരു ഗുമ്മല്ലേ കേൾക്കുമ്പോൾ, ബ്രംബോ അങ്ങനെ സംഭവം സെറ്റാക്കിയതാണ്. അപ്പോൾ ഒരു ബ്ലാക്കിലൊരു ബ്ലൂ വന്നപ്പം കുറച്ചും കൂടി ലുക്കായില്ലേ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.